ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെണ്ടയ്ക്കയുടെ കറിയാണ്. അതായത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 200 ഗ്രാം വെണ്ട ഞാനിവിടെ കഴുകി നല്ലപോലെ തുടച്ച് വെച്ചിട്ടുണ്ട് ഒരു കോട്ടൺ കൊണ്ട്. ഇനി അതിലേക്ക് ഒരു 8 വെള്ളുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്പം വലിപ്പത്തിൽ. പിന്നെ ഒരു 15 ചുവന്നുള്ളി നമ്മൾ രണ്ടായി കട്ട് ചെയ്തിട്ടാണ്, വളരെ നൈസാക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ച് അതുകൂടി ഉണ്ട്. ഇനി നമ്മൾക്ക് ആ വെണ്ടയ്ക്ക കട്ട് ചെയ്യാം. ഇതേ വലിപ്പത്തിലാണ് നമ്മൾക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വെണ്ടയെല്ലാം നമ്മളിതാ കട്ട് ചെയ്തു. ഇനി നമ്മൾ ആ തക്കാളി എടുത്തത് ചെറുതായി മുറിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേപോലെ നമ്മൾക്ക് തക്കാളി അരച്ചെടുക്കാം. അപ്പോൾ ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയത്ത് ആ വെണ്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വെണ്ട ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുത്തു. ഇനി നമ്മളതൊന്ന് കോരി മാറ്റാം. എന്തായാലും ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റും. ചോറിന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള അടിപൊളി കറിയാണ്. ഇനി അതേ കടായിൽ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1.5 സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ആ ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. വഴന്ന് വരികയെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അങ്ങനെ അപ്പോൾ നല്ലൊരു മണം വരും. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റാം. ഈ സമയത്ത് 2 ഇതൾ കരിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അത്ര തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കറിക്ക് ആവശ്യമായ വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ട കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ട ചേർത്തിട്ട് ഇപ്പം ഞാൻ അതിലേക്ക് പുളിവെള്ളം നേരത്തെ പിഴിഞ്ഞ് വെച്ച ആ പുളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം കൂടി ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾക്ക് വഴറ്റിയും ഇതിലേക്ക് ചേർക്കാം. പക്ഷേ ഇങ്ങനെ പേസ്റ്റാക്കി നമ്മൾ ചേർക്കുന്ന സമയത്ത് നല്ലൊരു കട്ടി കിട്ടും ആ കറിക്ക്. അപ്പോൾ തക്കാളി പേസ്റ്റ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 6-7 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കണം. ആ വെണ്ട വേവേണ്ട താമസം മാത്രമേ ഉള്ളൂ. നേരത്തെ വഴറ്റിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അല്പം ശർക്കര, ആ എരിവും പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല സൂപ്പർ കറിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പോരാത്ത ഒരു ഉപ്പ് കൂടി ഞാനിപ്പോൾ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി വെണ്ട മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു വെണ്ടക്കറിയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. കൂടെ തന്നെ നമ്മൾക്കൊരു സോയ ഫ്രൈ ഉണ്ട്. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.